തൃപ്പൂണിത്തുറയിലെ കണ്ണംകുളങ്ങര എന്ന സ്ഥലം അവിടെ ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പറമ്പ് ഒക്കെ വൃത്തിയാക്കുന്നതിനിടെ ഒരു വസ്തു കണ്ടെത്തി. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു തലയോട്ടി. ഇതിനെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഇടുപ്പല്ലിൻ്റെ ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെന്ന്. തൃപ്പൂണിത്തുറ ശ്രീനിവാസ കോവിലിന് സമീപമുള്ള 6.5 സെന്റ് നിർമ്മാണം നടക്കുന്ന പുരയിടത്തിൽ ഇന്ന് രാവിലെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ആദ്യം കിട്ടിയത് തലയോട്ടി. പിന്നീട് ഇടുപ്പല്ലിന്റെ ഭാഗങ്ങളും സമീപത്തായി കണ്ടെത്തി. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഹിന്ദിക്കാരൻ ബായിയാണ് ക്ലീൻ ആക്കിയത്. കറുപ്പ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറിൽ ഒരു തലയോട്ടി കൊണ്ടുവന്ന് കാണിച്ച്. അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ പാനിക്കായി. അത് ഇങ്ങനെ 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പീസ് കൂടി കണ്ടു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ സമീപത്തെ ശ്മശാനത്തിൽ നിന്നും ആരെങ്കിലും കൊണ്ടിട്ടതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. മുൻകാലങ്ങളിൽ സ്ഥലത്ത് ശവസംസ്കാരമോ മറ്റോ നടന്നിട്ടില്ല എന്ന് സ്ഥലത്തിന്റെ മുന്നുടമസ്ഥനും സമീപവാസിയുമായ ബാലകൃഷ്ണനും പ്രതികരിച്ചു. 1960 ശേഷം ഇവിടെ അങ്ങനെ ഒരു സംസ്കാരമോ ഒന്നും നടന്നിട്ടില്ല. എല്ലാം അതിനു മുമ്പ് വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഇത് പരിശോധിക്കണം. അസ്ഥികൂടം ഫോറൻസിക് പരിശോധന നടത്തും. നിലവിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമിലയുണ്ട് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കൊച്ചിയിൽ നിന്നും. ശ്യാമിലെ, കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നതാണ്. പ്ലാസ്റ്റിക് കവറിൽ ഒരു തലയോട്ടിയൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആരായാലും ഭയന്നു പോകും. എന്താണ്, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. ഒപ്പം മറ്റേതെങ്കിലും കൗതുകരമായ കാര്യങ്ങൾ കൂടിയുണ്ടോ ഇതിന് പിന്നിൽ? ദിവിഷ്, ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവിക ഭയത്തിനപ്പുറത്ത് ചില കൗതുകമുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവിടെ കൂടിയിരുന്ന ബന്ധുക്കൾക്കും ഈ ഉടമസ്ഥനും മുന്നുടമസ്ഥനും ഈ പറയുന്ന പരിസരവാസികൾക്കും ഒക്കെ ഉണ്ട്. ഇത് എങ്ങനെ ഇവിടെ വന്നു, ഇത് മുൻപേ കണ്ടിട്ടില്ലല്ലോ എന്ന് തുടങ്ങി മറ്റു ചില ചോദ്യങ്ങളിലേക്ക് കൂടി അത് നീളുകൾ. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം, ഒരു തലയോട്ടി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അവിടെ എത്തണമെങ്കിൽ മറ്റ് ജന്തുക്കൾ എന്തെങ്കിലും വലിച്ചിട്ടതാണോ എന്നുള്ളൊരു സംശയത്തിന് എന്തായാലും ഇടവരുത്തുന്നില്ല. കാരണം പ്ലാസ്റ്റിക്കിൽ കവറിൽ കൃത്യമായി പൊതിഞ്ഞ് അവിടെ കൊണ്ടുവന്നിടണമെങ്കിൽ അങ്ങനെ ഒരു ജന്തു ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന നിലയിലേക്കുള്ള പ്രാഥമികമായ നിഗമനങ്ങളാണ് എന്തായാലും ഇപ്പോഴുള്ളത്. ഈ തലയോട്ടിക്കപ്പുറത്തുള്ള മറ്റ് അസ്ഥിഭാഗങ്ങളൊക്കെ പുറത്തു നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പരിസര പ്രദേശത്ത് നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. തലയോട്ടിയും ഇടുപ്പിൻ എല്ലിൻ്റെ ഭാഗവും കൈപ്പത്തിയുടെ ഭാഗങ്ങളൊക്കെയാണ് നിലവിൽ അവിടെ ഉള്ളത്. കാലപ്പഴക്കമൊന്നും നമുക്ക് കാഴ്ചയിൽ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിർമ്മാണത്തിലിരിക്കുന്ന വീടാണിത്. നാളെ അതിൻ്റെ വാർപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ആകുമ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ചില കൗതുകമുള്ള സംശയങ്ങളുടെ നിര നീളും. ഒന്നത് കൂടോത്രമാണോ, മന്ത്രവാദമാണോ, അല്ലെങ്കിൽ ദൃശ്യം മോഡൽ ക്രൈമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. എന്തായാലും അത്തരം സംശയങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോലീസ് ബാധ്യസ്ഥരുമല്ല. അത്തരം അശാസ്ത്രീയമായ കാര്യങ്ങളിലേക്കൊന്നും അവരുടെ ആലോചന. എന്തായാലും പോലീസിനത് കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കും. എന്തായാലും അന്വേഷിച്ച് വേഗത്തിൽ അതിന്റെ ദുരൂഹത നീക്കട്ടെ. ആ വീട് പണിയുന്നവർക്കും ആകെ വല്ലാത്തൊരു ആശങ്കയായി കാണും ഇപ്പോൾ. ശരി.